നേതാ യസ്യ ബൃഹസ്പതി പ്രകരണം വജ്രം സുരാസൈനിക സ്വർഗോ ദുർഗമനുഗ്രഹകലുഹരേരൈരാവതോ വാരണ ഇത്യാശ്ചര്യബലാന്വിതോപി ബലഭിദ്ഭഗ്നപരേ സംഗ്രഹേ തദ്വ്യക്തം നനു ദൈവമേവ ശരണം ദിക് ദിക് പ്രധാപൗരുഷം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, ചൊല്ലിയത് ഭർതൃഹരിയുടെ സുഭാഷിത ശേഖരത്തിലെ നീതിശതകം, അതിലത്തെ ദൈവപദ്ധതി എന്ന പേരിൽ ഒരു 10 ശ്ലോകം, അതിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. നമ്മുടെ കർമ്മബലങ്ങൾ ജീവിതത്തിൽ സുഖദുഃഖങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്നതിന് എല്ലാം 2 വശമുണ്ട് എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ആ 2 വശം എന്താണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ പ്രവർത്തനവും, 2 അതിന് ലഭിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഫലങ്ങളെ അല്ല പലപ്പോഴും വരുന്നത്. ചിലപ്പോൾ ഉദ്ദേശിച്ച പോലെ കുറുക്കിക്കൊണ്ട് അങ്ങനെ ആയി എന്നും വരാം. 2 നിരക്കും വരുന്നുണ്ട്. നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു, പ്രവർത്തിച്ചതിൻ്റെ ഫലം കിട്ടാതെയും വരുന്നു. ഇതിന് 2നും കാരണം എന്ത് എന്ന ഗവേഷണ രീതിയിലുള്ള ചിന്ത പണ്ട് അറിവുള്ളവർ ചെയ്തിട്ടുണ്ട്, പണ്ഡിതന്മാർ. അവർക്ക് കിട്ടിയതിൻ്റെ ഉത്തരം, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സുഖദുഃഖങ്ങളും എല്ലാവർക്കും നടന്നു പോകുന്നത്. അതാണ് ഈ ദൈവപദ്ധതി എന്നുള്ളതിൽ അദ്ദേഹം പറഞ്ഞത്. ആർക്ക് നേതാവ് ബൃഹസ്പതിയും ആയുധം വജ്രവും, സൈന്യങ്ങൾക്ക്, അതായത് സൈന്യങ്ങളൊക്കെ ദേവന്മാരായിട്ടുള്ള ഭാഗ്യവും, ഇരിക്കാനുള്ള കോട്ട പോലെ സ്വർഗവും ലഭിച്ചു. ആ ഇന്ദ്രന് ഒരു ഘട്ടത്തിൽ അസുരന്മാരോട് തോൽക്കേണ്ടി വന്നു. പണ്ട് ബൃഹസ്പതി മറഞ്ഞ സമയത്ത് അസുരന്മാർ സ്വർഗം കീഴടക്കിയെന്ന് കഥയുണ്ട്. ബൃഹസ്പതി വന്നപ്പോൾ ഇദ്ദേഹം ബഹുമാനിച്ചില്ല, ഗുരു മറഞ്ഞു. ആ മനസ്താപം കാരണം അസുരന്മാർ മുതലെടുത്ത് കീഴടക്കി, ഇന്ദ്രൻ തോറ്റു യുദ്ധത്തിൽ എന്നർത്ഥം. ബൃഹസ്പതിയെ നല്ലൊരു ഗുരുനാഥനായിട്ട് കിട്ടിയിട്ടും, വജ്രായുധം കയ്യിലുണ്ടായിട്ടും, സൈന്യങ്ങൾ ദേവന്മാരായിട്ട് എല്ലാവരും ഉണ്ടായിട്ടും, സ്വർഗം എല്ലാം തികഞ്ഞ സ്ഥലമായിട്ടും, നീ പറയേണ്ട ഇവിടെ അനുഗ്രഹം ഹരേ കലു, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടും, ഗംഭീരവാഹനമായിട്ടുള്ള ഐരാവതം ഉണ്ടായിട്ടും, ഇത്രയെല്ലാം സൗകര്യം ഉണ്ടായിട്ടും ഇന്ദ്രനെ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ തോൽക്കേണ്ടി വന്നത്? അത് ദൈവനിശ്ചയം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. തത് ദൈവം ഏവ ശരണം നനു വ്യക്തം. അത് വ്യക്തമാണ്, ദൈവമാണ് സുഖദുഃഖങ്ങൾക്ക് വലിയൊരു ശതമാനം വഴിവെക്കുന്നത്. ഈ ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കിയിട്ട് മിണ്ടാതെ പ്രവർത്തിക്കാതിരിക്കണം എന്നാണോ അർത്ഥം? ഒരിക്കലുമല്ല. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. പക്ഷെ ആ പ്രവൃത്തിയുടെ ഫലം അഥവാ ഉണ്ടായില്ലെങ്കിൽ, പല കാരണങ്ങളാൽ ഉണ്ടാവാണ്ട് വന്നാൽ, അതിന് മനുഷ്യൻ പരസ്പരം കുറ്റം ചാരുന്ന ഒരു സമ്പ്രദായമാണ് സാധാരണ നമ്മൾ കാണുന്നത്. അത് വേണ്ട എന്നാണ് ഇവിടെ വിവക്ഷ. ഇല്ല, ഇപ്പോൾ ആർക്കും ഈ ലോകത്തിൽ നന്നാവണ്ടെന്നുണ്ടാവുമോ? എനിക്ക് തോന്നില്ല. ഒരൊറ്റ ആൾക്ക് ഒന്ന് സ്വയം നശിച്ച് കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ സ്വതവേ എന്തെങ്കിലും പരാജയം നേരിട്ടാൽ മറുപക്ഷം അയാളെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഭാര്യ ഭർത്താവിനെ കുറ്റം പറയണു, ഭർത്താവ് ഭാര്യയെ കുറ്റം പറയണു, മക്കളെ കുറ്റം പറയണു, മക്കൾ അച്ഛനെ കുറ്റം പറയണു. ഇതിലെന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞ അച്ഛൻ, മക്കൾ, അമ്മ മുതലായ 3 കൂട്ടർക്കും
നന്നാവണ്ടെന്നുണ്ടാവില്ല, ഒരാൾക്കും നന്നാവണ്ടെന്നുണ്ടാവില്ല. ഉണ്ടാവും, ലോകത്തിൽ നശിച്ച് ഒരാൾക്കും ഉണ്ടാവില്ല. അപ്പോൾ അയാൾക്ക് നേരിട്ട പരാജയത്തിൽ അവളോ അയാളോ ആവട്ടെ, മക്കളോ, അയാൾ തന്നെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് ആശ്വാസമായിട്ട് പറയല്ലേ നമ്മൾ വേണ്ടത്. തിരിച്ച് അയാളൊരൊറ്റ ആളാണ് ഇതിനൊക്കെ കാരണം, അവനൊരൊറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. അവനല്ല കാരണം, അത് നമ്മുടെ ദൃഷ്ടിയിൽ തോന്നുകയാണ്. അയാളെ അങ്ങനെ ആക്കാനൊരു കാരണമുണ്ട്. അതാണ് ഈ ഭഗവാന് കാരണകാരണൻ എന്നൊരു പേരുണ്ട്. കാരണത്തിനും കാരണൻ. അതറിയുന്നവർ ഒരു തെറ്റ് ചെയ്തൊരാളെ കുറ്റം പറയുകയല്ല ചെയ്യുക, ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുക. വ്യക്തമായ ഒരു തെറ്റാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, അത് വ്യത്യാസമുണ്ട്. അബദ്ധം പറ്റുന്ന തെറ്റുകളും കരുതിക്കൂട്ടി ഒരാൾ അധാർമിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന തെറ്റും ഒന്നല്ല. അത് നമ്മൾ തെറ്റെന്നൊന്നല്ല പറയുക, വീഴ്ച എന്നല്ല പറയുക, തോന്നിവാസം എന്നാണ് പറയുക. തോന്നിവാസത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇവിടെ അർത്ഥമില്ല. മദ്യം കഴിച്ചു, കാശൊക്കെ നശിപ്പിച്ചു, വെറുതെ അടികൂടി തമ്മിത്തല്ലുണ്ടാക്കി, വ്യവഹാരം ഉണ്ടാക്കി, കണ്ടവരോടൊക്കെ കയർത്തു, അത് ക്ഷന്തവ്യമല്ല. പക്ഷെ എല്ലാ പരിശ്രമവും ചെയ്തിട്ട് അവസാനം വിജയിക്കാതെ തളർന്ന ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസവാക്കാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കല്ലേ പങ്കാളിയുടെയോ കുടുംബാംഗങ്ങളുടെയോ ധർമ്മം, കടമ. അവിടെ ഈ ദൈവ പദ്ധതിയുടെ പ്രസക്തി വരുന്നത് ദൈവ നിശ്ചയമാണ്. ഏട്ട, അച്ഛ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാണ് വെച്ചാൽ അദ്ദേഹമേ അല്ലെങ്കിൽ പുത്ര എന്ന് വിളിച്ച് സമാധാനിപ്പിക്കുകയാണ് വേണ്ടത്. ദൈവനിശ്ചയം എല്ലാറ്റിൻ്റെ പിന്നിലും ഉണ്ട്. ഇത് മറ്റ് പുരാണ സംഭവങ്ങൾ നമുക്ക് നോക്കിയാലും നമുക്ക് കാണാം. ശ്രീരാമൻ്റെ പട്ടാഭിഷേകം നിശ്ചയിച്ചിട്ട് കൈകേയിയുടെ വര ചോദിക്കൽ കാരണം അത് മുടങ്ങിയ കാര്യം നമുക്കൊക്കെ അറിയാം. ശരിക്കും പറയാ വെച്ചാൽ അത് വാൽമീകി ആ ഭാഗം നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഒരുവിധം ആളുകളൊക്കെ കൈകേയിയെ കുറ്റം പറയണവരാവും, രാമായണം വായിക്കണവർ അല്ലേ. തൽക്കാലെങ്കിലും ആ സമയത്ത് കൈകേയിയെ കുറ്റം പറയും. എന്തൊരു നിഷ്ഠുരയാണ്, എന്തൊരു ക്രൂരയാണ്. ഏതെങ്കിലും ഒരു മന്ധരയുടെ വാക്ക് കേട്ടിട്ട് പട്ടാഭിഷേകം മുടക്കാൻ കാരണമാവേണ്ടവളാണോ കൈകേയി? മഹാമോശമായി എന്നൊക്കെ നമ്മൾ കൈകേയിയെ കുറ്റം പറയും ഇല്ലേ. പക്ഷെ ആ കൈകേയിയെ കുറ്റം പറയേണ്ടത് വേണ്ട എന്ന് ഭഗവാൻ തന്നെ കൗസല്യയെ ആശ്വസിപ്പിക്കുന്ന ഒരു സർഗത്തിൽ കുറേ ശ്ലോകങ്ങളെ കൊണ്ട് പറയണം. അതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ പിന്നെ നമ്മൾ കൈകേയിയെ കുറ്റം പറയില്ല. എന്താണ് ഭഗവാൻ രാമൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് കൗസല്യയ്ക്ക്? അമ്മേ, കൈകേയി നമ്മൾ ഉദ്ദേശിക്കണ പോലെ ഒരു സ്ത്രീയാണോ? അശ്വപതി രാജാവിൻ്റെ മകളായിരിക്കുന്ന കൈകേയി ബുദ്ധിമതിയാണ്, സ്നേഹവതിയാണ്, രാമനോട് നല്ല സ്നേഹമുള്ളവളാണ്, ഭരതനെയും ഭരതനെയും രണ്ടായി കാണാത്തവളാണ്, ആരെങ്കിലും ഒരു മന്ധര പറഞ്ഞ് കേൾക്കേണ്ടവളല്ല. സ്വയം ബുദ്ധിശക്തിയുണ്ട്, വിവേകമുണ്ട്, കാര്യകാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് കൈകേയി അമ്മയ്ക്കുണ്ട്. ഉദാഹരണം, ഈ മന്ധര ഈ വർത്തമാനം അവിടെ വന്ന് പറഞ്ഞാൽ കൈകേയിക്ക് അപ്പം മന്ധരയെ നാട് കടത്താൻ വേണമെങ്കിൽ ശിക്ഷിക്കാം. എൻ്റെ രാമകുമാരനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ എങ്ങനെ ധൈര്യം വന്നു നിനക്ക് കടക്ക പുറത്ത് എന്ന് പറഞ്ഞുകൂടെ കൈകേയിക്ക്? രാജ്ഞിയല്ലേ. ഈ രാമനെ നാട് കാട്ടിലേക്ക് അയക്കേണ്ട ആ ഒരു പ്രൗഢി, എന്താ പറയേണ്ട ആ ഒരു ധൈര്യം ഈ മന്ധരയെ പുറത്താക്കാനല്ലേ സത്യത്തിൽ കൈകേയി ഉപയോഗിക്കേണ്ടത്. ഇനി എങ്ങാനും ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറയേണ്ട കൈകേയി. അതിനുള്ള ബുദ്ധിയും വിവേകമൊക്കെ ഉണ്ട്. സ്വാർത്ഥത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. രാമൻ രാജാവായ ഒരു ദോഷവും കൈകേയിക്ക് വരാൻ പോണില്ല. സാധാരണ മട്ടിൽ ഉണ്ടോ? ഒരു ദോഷം വരുമോ? പിന്നെ എന്തേ ആ കൈകേയി മന്ധരയുടെ വാക്ക് കേൾക്കാൻ? രാമൻ പറയണതാണ് കേട്ടോ, അത് ഞാനല്ല പറയണത്. കൗസല്യയോട് പറയണം, അമ്മേ, ദൈവമാണ് കൈകേയി അത് ചോദിപ്പിച്ചത്, ആ വരം ചോദിപ്പിച്ചിട്ട് എന്നെ കാട്ടിലേക്ക് അയച്ചത്. നമ്മളതിന് വഴങ്ങല്ലാണ്ട് യാതൊരു നിവൃത്തിയും ഇല്ല. ദൈവനിശ്ചയമാണ് ഞാൻ കാട്ടിൽ പോകേണ്ടത്, കൈകേയിയുടെ അച്ഛൻ്റെ നിശ്ചയമോ അല്ല. അച്ഛൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഞാൻ പോകുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ വരുത്തി തീർത്തത് സത്യത്തിൽ ആരാണ്? ദൈവമാണ്. സത്യമല്ലേ? അതിൻ്റെ ഉള്ളിൽ രാവണവധത്തിൻ്റെ ഉദ്ദേശമുണ്ട്. സീത കാട്ടിൽ വെച്ച് അപഹരിക്കപ്പെടണം, അതും ദൈവനിശ്ചയമാണ്. ഇനി അത് പോട്ടെ, അതല്ലാത്ത കാര്യങ്ങൾ എടുക്കുക. കൈകേയി എന്ന സ്ത്രീയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കൊള്ളരുതാത്ത സ്ത്രീ അല്ല കൈകേയി.
നല്ല ബുദ്ധിമതിയാണ്, നല്ല സ്നേഹവതിയാണ്. ദശരഥനെ ജീവന് തുല്യം തന്നെ സ്നേഹിച്ചിരുന്നു ഈ സംഭവത്തിന് മുമ്പേ, ഇല്ലേ? അപ്പോൾ ആ സ്നേഹം ഒരു നിമിഷം അങ്ങോട്ട് മാറാൻ എന്താ കാരണം? സംശയമൊന്നും വേണ്ട, അതിൽ ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ മന്ധര അവിടെ ഉണ്ടാവില്ല. ശരിക്കുള്ള കൈകൈ അണച്ചാൽ മന്ധര അവിടെ ഉണ്ടാവില്ല. ജീവനോടെയെന്ന് ഞാൻ പറയണില്ല, ചിലപ്പോൾ അതും ചെയ്തും ശേഷത്തില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കാനുള്ള കാരണം ദൈവമാണ്. അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. ഇനി അതേപോലെ ധ്രുവചരിതത്തിൽ ഈ ധ്രുവൻ തൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമനെ ഒരു യക്ഷൻ കൊന്നപ്പോൾ ആ യക്ഷന്മാരെ മുഴുവനെ കൊന്നൊടുക്കുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് അതായത് ഭഗവാനാണ് എല്ലാറ്റിനും കാരണം ധ്രുവ. പ്രകാരം എല്ലാ യക്ഷന്മാരെയും കൊല്ലുന്നത് ശരിയല്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ ചെയ്തേ പുത്രക ഭ്രാതുർ ഹന്താരോധനദാനുക. നിൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമനെ വധിച്ചത് യക്ഷനാണ് എന്നത് നീ വിചാരിക്കുന്നത് ശരിയല്ല. ആ യക്ഷന്മാരെ അങ്ങനെ തോന്നിക്കാൻ ധനദാനുക ധനദാനുകൻ യക്ഷൻ്റെ അനുചരന്മാരല്ല എനിക്ക് കാരണം. എൻ്റെ ഉത്തമൻ അങ്ങനെ മരിക്കാനുള്ള കാരണം എന്താണ്? വിസർഗാദാനയോസ്താദ പുംസോ ദൈവം ഹി കാരണം. ദൈവനിശ്ചയമുണ്ട് നിൻ്റെ സഹോദരൻ അങ്ങനെ വധിക്കപ്പെടാൻ. അതുകൊണ്ട് യക്ഷന്മാരെ ഈ കൊന്നൊടുക്കൽ നീ ചെയ്യുന്നത് ശരിയല്ല. കണ്ടോ, പുംസോ ദൈവം ഹി കാരണം. നല്ലൊരു ഉത്തരമാണത്. നമ്മൾ പല സംഗതികൾക്കും ചോദിച്ച് ഉത്തരം കിട്ടാത്തതിന് ഉത്തരം പറഞ്ഞു തരാണ്. ഇതിനൊക്കെ ഒരു സങ്കല്പമുണ്ട്. ഈ ദൈവമാണ് എല്ലാതും ഒരു പരിധിവരേക്ക് പ്രപഞ്ചത്തിൽ നിശ്ചയിക്കണം. നമുക്ക് പരിശ്രമിക്കാം എന്നേ ഉള്ളൂ. ചിലപ്പോൾ ബലം കിട്ടും, അതിന് ഈശ്വരനാണ് ബലം കിട്ടാൻ കാരണം, കിട്ടാതിരിക്കാനും കാരണം അതാണ്. ഇത് രണ്ടും ഒരേപോലെ എടുക്കാൻ ഒരു മനുഷ്യന് കഴിയണം. അവിടെയാണ് മനുഷ്യൻ്റെ വിവേകം. ഈശ്വരനാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പരാജയം വന്നു എന്ന് കരുതുമ്പോൾ അതിൽ നിരാശപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം ഈശ്വര നിശ്ചയത്തിന് അപ്പുറത്തേക്ക് പോകാൻ ആർക്കും തന്നെ ഈ ലോകത്തിൽ കഴിയില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. തീർച്ചയല്ലേ, വിവാഹം കഴിഞ്ഞു, 4-ാമത്തെ ദിവസം ഭർത്താവ് മരിക്കണു. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ തളർന്നു വീണൊരു സംഭവം എനിക്കറിയാം. പിറ്റേ ദിവസം ഭാര്യ തളർന്നു വീണു. 15 കൊല്ലം ഈ ഭർത്താവ് വേറൊരു വിവാഹം കഴിക്കാണ്ട് ആ സ്ത്രീ ശുശ്രൂഷിച്ചു. ആലോചിച്ച് നോക്കണം. ആ സ്ത്രീ മരിച്ചിട്ടാണ്, പിന്നെന്തുണ്ടായെന്ന് എനിക്കറിയില്ല. പിറ്റേ ദിവസം തളർന്നു വീണു. ഇത് നമ്മുടെ നിയന്ത്രണത്തിൽ പെട്ടതാണോ? അപ്പോൾ ദൈവനിശ്ചയം എന്നൊന്നില്ലേ? ഇതാരുടെ കുറ്റ? അത് പറയുക, ആരുടെയെങ്കിലും കുറ്റാണോ ഈ സ്ത്രീ തളർന്നു വീണത്? ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുംസോ ദൈവം ഹി കാരണം. അത് തന്നെയാണ് ഭർതൃഹരി ഇവിടെയും പറയണത്. ദിക് ദിക് വൃഥാ പൗരുഷം. എൻ്റെ പൗരുഷം കൊണ്ട് ഞാനെല്ലാം നേടും. ഞാൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഞാൻ ഉദ്ദേശിച്ച ദിക്കിൽ ഞാൻ കാര്യങ്ങൾ എത്തിച്ചിരിക്കും. ഇന്ന് വരേക്കും അത് നടന്നിട്ടുണ്ട്. ഇന്ന് വരേക്കും നടന്നിട്ടുണ്ടെന്ന് പറയാം, പക്ഷേ നാളെ നടക്കുമെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവനിശ്ചയം എന്നൊന്നിന് വഴങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് തോൽവി? ഇപ്രകാരമുള്ള നിരാശാചിന്തകൾ കുറേ നമുക്ക് കുറയ്ക്കാം. ഈശ്വരൻ നിശ്ചയിച്ചിട്ടാണ് സർവവും നടക്കുന്നത്. അതിന് തല കുനിക്കല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നും ഇല്ല. നെയ്ത യസ്യ ബൃഹസ്പതി പ്രകരണം വജ്രം സുരാ സൈനിക സ്വർഗോ ദുർഗമനുഗ്രഹ ഖലു ഹരേരേ ഐരാവതോ വാരണ ഇത്യാശ്ചര്യബലാന്വിതോപി ബലഭിത് ഭഗ്നപരേ സംഗ്രഹേ തദ്വ്യക്തം നനു ദൈവമേവ ശരണം ദിക് ദിക് വൃഥാ പൗരുഷം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.